الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد സൂറത്ത് സുമർ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ടതായ തജ്വീദ് വശങ്ങളെക്കുറിച്ച് സൂചന നൽകുകയാണ്. അഫമൻ യത്തഖി അഫമൻ യത്തഖി ഇതിലുള്ള സാക്കിനത്തായ നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം നാഖിസ് ബിഗുന്ന. അഫമൻ യത്തഖി ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മാത്രം കൊടുത്താൽ മതി. യത്തഖി ബിവജ്ഹിഹി ജീമിന്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കേണ്ടതാണ്. ഖൽഖല സുഗ്റ. ബിവജ്ഹിഹി എന്നതിലെ ഹാഉ ദ്ദമീറിനെ മദ്ദുസ്സില സുഗ്റ നൽകി 2 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. വഖഫ് ചെയ്യുമ്പോൾ അവിടെ സുക്കൂനാണ് ഉണ്ടാവുക. ബിവജ്ഹി ബിവജ്ഹിഹി സൂഅൽ അദാബ്. സൂഅ ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ദീർഘാക്ഷരമായ വാവും ശേഷം ഹംസയും ഒറ്റ പദത്തിൽ ചേർന്നു വന്നതാണ് ഇതിനുള്ള കാരണം. മുത്തസിൽ എന്നാൽ ചേർന്നു വന്നത് എന്നർത്ഥം. ഇതിന്റെ ഹുക്മ് വാജിബ് എന്നതാണ്, നിർബന്ധമാണ്. സൂഅൽ അദാബി യൗമൽ ഖിയാമ. അൽ അദാബ് ഐന് ദാല് തുടങ്ങിയ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് ഓതുക. യൗമൽ ഖിയാമ ഖാഫിന്റെ കസ്ർ കുറഞ്ഞ തഫ്ഖീമോടെ ഉച്ചരിക്കണം. വഖീല ലിദ്ദാലിമീന. വഖീല അവിടെയും ഖാഫ് മക്സൂറാണ്. കൂടാതെ ലിദ്ദാലിമീന ഈ പദം എല്ലാവരും ശ്രദ്ധിക്കണം. വാഇന്റെ ഉച്ചാരണം. വാ മുസ്തഅലി മുത്ബഖ് മുഫഖം അതോടൊപ്പം തന്നെ റിഖ്വ് ആയ അക്ഷരമാണ്. റഖാവത്തോടെ ഉച്ചരിക്കേണ്ട, അയവ് വരുത്തി ലൂസാക്കി ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. നമ്മൾ പലരും എന്താ പറയല്? ലിദ്ദാലിമീന അല്ലേ? അങ്ങനെയല്ലേ പറയൽ? ലിദ്ദാലിമീന അങ്ങനെ പറയരുത്. ഇന്നു മുതൽ അത് തിരുത്തുക. ലിദ്ദാലിമീന പറയരുത്, മറിച്ച് ലിദ്ദാലിമീന. കഴിഞ്ഞ സിഫാത്തുൽ ഹുറൂഫിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമ്മുടെ ബഹുമാന്യനായ ഷെയ്ഖ് ഹാനി സഈദ് സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്താണ്? വാഉം ദാലും തമ്മിൽ എവിടെ വേർപിരിയുന്നു? ദാലും വാഉം രണ്ടും മഖ്റജ് ഒന്നാണ്, ഒരേ മഖ്റജിൽ നിന്നാണ്. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മുൻപല്ലിൻ്റെ മേലെ മുൻപല്ലിൻ്റെ അറ്റവും ഇതാണല്ലോ മഖ്റജ്. അപ്പോൾ ഇവ രണ്ടും വേർപിരിയുന്ന എവിടെയാണ്? സിഫാത്തുകളിലാണ്. ഇസ്തിഅലാ, ഇത്ബാഖ് തുടങ്ങിയ സിഫത്തുകൾ ഒഴിവായാൽ, എടുത്ത് മാറ്റിയാൽ പിന്നെ അക്ഷരം എന്തായി? പിന്നെ അത് ദാലായി. ദാൽ. അപ്പോൾ ദാലിലേക്ക് ഈ സിഫാത്തുകളെ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുമ്പോഴാണ് വാ ഉണ്ടാകുന്നത്. ലിദ്ദാലിമീന അല്ല പറയാം, മറിച്ച് ലിദ്ദാലിമീന. എന്നതിനെ തഫ്ഖീം ചെയ്ത് ഇസ്തിഅല ഇത്ബാഖൊക്കെ കൊടുത്തിട്ട് ലിദ്ദാലിമീന എന്ന് പറയണം. മറിച്ച് ലിദ്ദാലിമീന എന്ന് വല്ലാതെ ഇങ്ങനെ അമർത്തി വെച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അങ്ങനെ ഒരു അക്ഷരമില്ല. ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യം എന്താണ്? വാ ഇപ്പൊ ഉച്ചരിക്കുന്നത് ഈ വാ, പിന്നെ ദ്വാദ്, ദ്വാദ്, പിന്നെ ലാം മുഫഖമ തഫ്ഖീം ചെയ്യപ്പെടുന്ന ലാം. ഇവ മൂന്നും നമുക്ക് പലർക്കും ഒന്നാണ്. എല്ലാം അല്ലാ 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 എന്ന് പറയാം. അള്ളാഹു പറയും, ലിദ്ദാലിമീന പറയും, വലല്ലാലിൻ ഒക്കെ ഒന്നാ. ഒക്കെ ഒരു വ്യത്യാസമില്ല. 3 അക്ഷരവും 3 ശബ്ദം, മൂന്നിനും 3 മഖ്റജുകളാണ്.
3 വ്യത്യസ്ത സിഫത്തുകൾ ഉള്ളതായ 3 ഗുണങ്ങളുള്ള 3 ശബ്ദങ്ങളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ലിദ്ദാലിമീന ലിദ്ദാലിമീന ഇത്ബാഖാണ്, അതോടൊപ്പം ലൂസാക്കി പറയേണ്ട അക്ഷരം കൂടിയാണ്. അയവ് വരുത്തി ഉച്ചരിക്കുക, ശിദ്ദത്ത് പാടില്ല. ذوقوا ما كنتم ذوقوا ذال പിന്നെ ഖാഫിന് തഫ്ഖീം കൊടുക്കുക, തഫ്ഖീം നിസ്ബി. ما كنتم تكسبون കുന്തും സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കേണ്ടതാണ്. സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ ഉച്ചരിക്കണം. മാ കുന്തും തക്സിബൂൻ. كذب الذين من قبلهم كذب അല്ലേ كذب الذين من قبلهم സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിലും തഫ്ഖീം ഉണ്ടാവണം. ഗുന്ന മുഫഖമ, കാരണം ശേഷമുള്ളത് ഇസ്തിഅലാഇന്റെ ഖാഫാണ് എന്നതുകൊണ്ട് നൂനിനും തഫ്ഖീം കൊടുത്ത്. മിൻ ഖബ്ലിഹിം ഫഅതാഹുമുൽ അദാബു ഫഅതാഹുമുൽ അദാബു മിൻ ഹൈസു സാക്കിനത നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ലാ യശ്ഉറൂൻ റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ചോതുക. ഫഅദാഖഹുമുല്ലാഹുൽ ഖിസ്യ ഫഅദാഖഹുമുല്ലാഹ്. ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, അത് ഞാൻ സൂചിപ്പിച്ച പോലെ മുൻപല്ല് തട്ടിച്ചുകൊണ്ട് നാവിൻ്റെ അറ്റവും മുൻപല്ലും ചേർത്ത് പറയരുത്. ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, ലാമിൽ നിന്നാണ് വരേണ്ടത്. ലാമ് തന്നെ, ലാമിന് തഫ്ഖീം കൊടുത്തുകൊണ്ട്. ഫഅദാഖഹുമുല്ലാഹു അൽ ഖിസ്യ, ഖാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുത്താൽ മതി. അപ്പോൾ അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. പിന്നെ അൽ ഖിസ്യ ഖാഇന് കസ്റ്, കുറഞ്ഞ തഫ്ഖീം മതി. ഫിൽ ഹയാത്തി ദുനിയ, ഹയാ ഹ വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ദുനിയ സാക്കിനത്തായ നൂൻ ഇൽഹാർ മുത്ലഖ് നൽകി മണിക്കാതെ വെളിവാക്കുക. വലഅദാബുൽ ആഖിറതി അക്ബർ. അദാബ് അൽ ആഖിറ ഖാഇന് കസ്റ്, കുറഞ്ഞ തഫ്ഖീം. അക്ബർ കാഫിന് ഷിദ്ദത്തും ഹംസും ഒക്കെ കൊടുത്ത് വ്യക്തമാക്കുക. റാഇന് തഫ്ഖീം കൊടുക്കുക. അക്ബർ. ലൗ കാനൂ യഅലമൂൻ. വലഖദ് ضربنا വലഖദ് ഖാഫിന് തഫ്ഖീം പൂർണ്ണമായി നൽകുക. ദാലിൻ്റെ ഖൽഖല സുഗ്റ നൽകി ദാലിൻ്റെ സുക്കൂൻ വ്യക്തമാക്കി ശബ്ദം ചലിപ്പിക്കണം. ضربന ضاد പൂർണ്ണമായും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, മുസ്തത്തിലാണ്. റാഇനും തഫ്ഖീം. ബാഇന് ഖൽഖല കൊടുക്കുക, തർക്കീഖിൻ്റെ അക്ഷരമാണ്. ضربنا ലിന്നാസി നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, ശബ്ദ നൽകപ്പെട്ട നൂൻ. في هذا القرآن ഖാഫ് റാ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ് രണ്ടും. അൽ ഖുർആനി മിൻ കുല്ലി മസലിൻ ലഅല്ലഹും മിൻ കുല്ലി സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മസലിൻ ലഅല്ലഹും, മസലിൻ തൻവീനിനെ പൂർണ്ണമായും ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. ലഅല്ലഹും യതദക്കറൂൻ. ലഅല്ലഹും സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. യതദക്കറൂൻ റാഇൽ
തഫ്ഖീം നൽകി തടിപ്പിച്ചോതുക. ഖുർആനൻ അറബിയ്യൻ, ഖുർആനൻ ഖാഫ് റാ, അറബിയ്യ റാഇന് പൂർണ്ണമായ തഫ്ഖീം. തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ് ഖാഫ് റാ, വീണ്ടും അറബിയൻ റാ. ഇതല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെയും സൂക്ഷിക്കുക. ഓ നയിപ്പത് ഖുർആനൻ അറബിയ്യ, ഖുർആനൻ അറബിയ്യൻ ഗൈറ ദീ ഇവജിൻ ലഅല്ലഹും യത്തഖൂൻ. അറബിയ്യൻ തൻവീനിനെ വീണ്ടും ശേഷം വന്ന് ഗൈന് വന്നതിനാൽ പൂർണ്ണമായ ഇൽഹാർ നൽകി. ഇൽഹാർ ഹൽക്കിയാണ്. അറബിയ്യൻ ഗൈറ ദീ ഇവജ്, ഗൈന് റാ തഫ്ഖീം ചെയ്യുക. ദീ ഇവജിൻ ലഅല്ലഹും, ഇവജിൻ എന്ന തൻവീനിനെ പൂർണ്ണമായും ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന, ലഅല്ലഹും യത്തഖൂൻ സാക്കിന മീം, ഇൽഹാർ ഷഫവി, മണിക്കാതെ വ്യക്തമാക്കി ഓതണം. യത്തഖൂൻ ഖാഫിന് തഫ്ഖീം നിസ്ബി കൊടുത്ത് തടിപ്പിച്ചോതുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أفمن يتقي بوجهه سوء العذاب يوم القيامة وقيل للظالمين ذوقوا ما كنتم تكسبون. كذب الذين من قبلهم فأتاهم العذاب من حيث لا يشعرون فأذاقهم الله الخزي في الحياة الدنيا ولعذاب الآخرة أكبر لو كانوا يعلمون. ولقد ضربنا للناس في هذا القرآن من كل مثل لعلهم يتذكرون. قرآنا عربيا غير ذي عوج لعلهم يتقون. بسم الله الرحمن الرحيم.